എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല പണ്ടത്തെ ഒരു സേമിയോ ഐസാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ഒക്കെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ 25 പൈസയ്ക്കും 50 പൈസയ്ക്കൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുള്ള ആ ഒരു സേമിയോ ഐസാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് പാലും കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരല്പം ഈ നമ്മുടെ വനില എസൻസ് ഒക്കെ നമുക്ക് മതി. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോഴായാലും നമുക്കത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ ആ റെസിപ്പിയിലേക്ക് തുടക്കാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പലരും എന്നോട് ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഒരിക്കലുമില്ല, നമ്മളിത് ഫ്രീ സബ്സ്ക്രിപ്ഷനാണ്. കാരണം യൂട്യൂബിൻ്റെ നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഡയറക്റ്റ് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു മാർഗം മാത്രമേ ഉള്ളൂ അത്. കാരണം പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വരുന്ന അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് മെസ്സേജ് പോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരും. അത്രേ ഉള്ളൂ അതിനകത്ത്. പിന്നെ നിങ്ങൾ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നടക്കാം. 2 കപ്പ് പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല, നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയൊരു 1/2 കപ്പ് പഞ്ചസാര, വൈറ്റ് ഷുഗർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ആദ്യം തന്നെ. ഇനി നമ്മളൊരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഈ തിളപ്പിക്കാത്ത തന്നെ പാല് ഒരല്പം ഒഴിച്ച് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇപ്പോൾ ഒഴിക്കണില്ല, നമ്മൾ പാല് തിളച്ചിട്ടേ ഒഴിക്കണുള്ളൂ. അല്ലെങ്കിൽ പാല് തിളച്ച് കഴിയുമ്പോൾ പിന്നെ അതിന് ചിലപ്പോൾ ലംസൊക്കെ വരുവേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു 1/2 കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. നമ്മുടെ സേമിയ പായസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർമിസെല്ലിയാണ്. അപ്പോൾ ഒരു പിടി നമുക്ക് കൈകൊണ്ട് ഒരു പിടി വേണം. നമ്മുടെ പാലിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. കൂടുതൽ വേണ്ട, കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വെർമിസെല്ലി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു പിടി മാത്രം മതി. നമ്മൾ 2 കപ്പിന് നമുക്ക് ഒരു പിടി മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്യാണ്. നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ വറക്കണമെന്നില്ല, സേമിയ വറുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ഇട്ട് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇൻ കേസ് നമുക്ക് വനില എസൻസ് ഇല്ലയെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 2 ഡ്രോപ്പ് വനില എസൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏലക്കായ ആയാലും ഒരല്പം ഏലക്ക പൊടിച്ച് ചേർത്താലും കുഴപ്പമില്ല. വനില എസൻസ് ഇല്ലാത്തവർ അങ്ങനെ ചെയ്യാം. പിന്നെ കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് മൈദപ്പൊടി ആയാലും ഒരല്പം കലക്കി ഒന്ന് തിക്കൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പാലിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് തിക്കൻ ചെയ്യണം. അപ്പം നമ്മുടെ ആവശ്യാനുസരണം മാത്രം കോൺഫ്ലോർ ഒഴിച്ചാൽ കേട്ടോ. നമുക്ക് അങ്ങനെ കൂടുതൽ തിക്കൻ ആവരുത്. ഒരു കുഴമ്പ് ഒരു വെളിച്ചെണ്ണയുടെയൊക്കെ കുറച്ചും കൂടി കട്ടിയുള്ള ആ ഒരു ഇതിൽ വന്നാൽ മതി നമുക്ക്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഓരോ കമ്പനിയുടെ അനുസരിച്ച് കോൺഫ്ലോറൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കി ആഡ് ചെയ്യണം. നമുക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് ഈ വെർമിസെല്ലി നമ്മുടെ ഈ സേമിയോ താഴേക്ക് പോകാതിരിക്കാനൊന്നും നോക്കാം. അത്ര നമുക്ക് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ ഈ കോൺഫ്ലോറും കൊണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം തിക്കനായിട്ടുണ്ട്. അത് ഉണ്ടോ, കൂടുതൽ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കൂടുതൽ നമുക്ക് തിക്കൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ആ 2 ഡ്രോപ്പ് വനില എസൻസും കൂടി ഒന്ന് ഒഴിക്കുകയാണ്. കൂടുതൽ ഒഴിക്കണ്ട. ഇനി നമ്മളിതൊരു അല്പം നേരം തണുപ്പിക്കാൻ വെക്കണം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല, പുറത്ത് തന്നെ ഒന്ന്
പതിയെ ഒന്ന് തണുത്തിട്ട് നമ്മൾ മോൾഡിലേക്ക് മാറ്റണുള്ളൂ. ഇപ്പോൾ അത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഇനി ഈ മോൾഡില്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ ഗ്ലാസ്സുകളില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളോ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ നമുക്ക് പണ്ടത്തെ ഐസ്ക്രീം കോലൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുത്തി വയ്ക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് കുത്തി വെച്ചിട്ട് അങ്ങനെയായാലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കോല് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്ക് പിള്ളേർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് വാങ്ങിക്കാൻ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഗ്ലാസ്സുകളിൽ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേറെ ഈ നമുക്ക് വൈൻ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ ചെറിയത്, അപ്പോൾ അതിലോ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. ഇനി ഞാനിതൊന്ന് ഫ്രോസൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അത്ര എങ്ങനെ നമ്മൾ ഐസൊക്കെ ആക്കി എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളൊന്ന് ഒരു 5-6 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ടൊന്ന് കാണാം. ഇന്നലെ ഐസ് എടുത്തില്ലായിരുന്നു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തിരക്കായിപ്പോയി. അപ്പോൾ ഞാൻ ഇന്നാണ് ഇതെടുത്തത്. ഇനി നമ്മളിതൊന്ന് ചൂടുവെള്ളത്തിലൊരു 3-4 മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കുകയാണ്, കാരണം അത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതൊന്ന് അതിൻ്റെ മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പണ്ടത്തെ പാലൈസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. Bye.